എൻ്റെ ശക്തിയും എൻ്റെ സ്നേഹവും എൻ്റെ കുഞ്ഞുവാവയും ഒക്കെ എൻ്റെ അമ്മുമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മുമ്മയുടെ മരണത്തിന് സൗഭാഗ്യ പങ്കിട്ട പോസ്റ്റ് ഇപ്പോൾ 3 ആഴ്ച പിന്നിടുമ്പോൾ കൂടുതൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന സൗഭാഗ്യയ്ക്ക് വളരെയധികം വിമർശനങ്ങളാണ് വരുന്നത്. അമ്മുമ്മ മരിച്ച ഒരു മാസം പോലും ആയിട്ടില്ല, ചടങ്ങുകൾ തീർന്നിട്ടില്ല. എന്നിട്ടും സൗഭാഗ്യ എങ്ങനെയാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നതെന്നാണ് ഇപ്പോൾ ചിലർ എത്തി സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്. സൗഭാഗ്യ വീഡിയോയിലൂടെ ക്രിസ്മസ് ട്രീ അണിയിച്ചൊരുക്കുന്ന വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ്റെ സഹോദരൻ്റെ മകളോടൊപ്പം സൗഭാഗ്യയും കുട്ടി സുധാപ്പുമൊക്കെയായി നിന്ന് ആഘോഷമാക്കുകയാണ് ഇവരുടെ ക്രിസ്മസ്. ഇങ്ങനെ ആഘോഷിക്കുന്നതിലൊന്നും തെറ്റില്ല. എന്നാൽ അമ്മുമ്മ മരിച്ച ഒരു മാസം പോലും ആകാതെ ചടങ്ങ് തീരാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നു. മലയാള സിനിമയുടെ മുത്തശ്ശി സുബ്ബലക്ഷ്മി അമ്മയുടെ വിയോഗം തന്നെയാണ് ഇപ്പോഴും സംസാര വിഷയമായി മാറുന്നത്. ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടെത്തിയ നിരവധി സിനിമാ സീരിയൽ ലോകത്തിന് വലിയ ഞെട്ടൽ തന്നെയാണ് ഇപ്പോൾ സൗഭാഗ്യയുടെ ഇത്തരം വീഡിയോകളെന്ന് പറയുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു നടിയുടെ അന്ത്യം. മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവെയായിരുന്നു സുബ്ബലക്ഷ്മി അമ്മയുടെ മരണം. ഇവർ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. സൗഭാഗ്യയ്ക്കായിരുന്നു അതിൽ ഏറ്റവും വിഷമം. കാരണം സൗഭാഗ്യയുടെ ഏറ്റവും വലിയ ദൈവം തന്ന സമ്മാനം അമ്മുമ്മ തന്നെയാണെന്നാണ് സൗഭാഗ്യ പറയാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ട്രീ ഒക്കെ തന്നെയും ഭംഗിയായി അലങ്കരിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചപ്പോൾ ആരാധകർക്കിടയിൽ കടുത്ത വിമർശനമാണ് നേരിട്ടത്. അമ്മുമ്മ മരിച്ച് ഇപ്പോൾ ഒരു മാസം പോലും തികഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ചടങ്ങുകളെല്ലാം മുഴുവനെ തീർന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാവുക? ഒരു വർഷം ആകുന്നതുവരെയും ഇത്തരത്തിൽ ആഘോഷമൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അതൊന്നും ഇക്കാലത്ത് നോക്കിയില്ലെങ്കിലും ഒരു മാസമെങ്കിലും അമ്മുമ്മയോടുള്ള സ്നേഹവും അമ്മുമ്മയുടെ മരണത്തിനുള്ള ആദരാഞ്ജലിയും മനസ്സിൽ വേണ്ടേ? താരാ കല്യാണിനെ കണ്ടു പഠിക്കൂ. ഒന്നിലും ഒരാഘോഷത്തിലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. സ്വന്തം അമ്മ മരിച്ച വേദന അത്രമാത്രം താരയ്ക്കുണ്ട്. അല്ലെങ്കിൽ ഈ ആഘോഷങ്ങളിലൊക്കെ തന്നെയും താരാ കല്യാൺ പങ്കെടുക്കേണ്ടതാണല്ലോ. സൗഭാഗ്യയുടെ ആഘോഷങ്ങൾക്കൊന്നും താരാ കല്യാൺ പങ്കെടുക്കാത്തത് തൻ്റെ അമ്മയുടെ വേദന തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു. അത്രമാത്രം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ദുഃഖമുണ്ടാക്കി ഇപ്പോൾ സൗഭാഗ്യയുടെ ഈ ഒരു സ്വഭാവമെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. വേദനയാണ് ഇപ്പോൾ സൗഭാഗ്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് എല്ലാവരും തിരക്കിട്ട് തന്നെ ഇപ്പോൾ സൗഭാഗ്യയോട് ആവശ്യപ്പെടുന്നു. നിരവധി പേരാണ് ഇപ്പോൾ സൗഭാഗ്യയുടെ സ്വഭാവത്തെക്കുറിച്ച് വിമർശിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം നടൻ അർജുൻ അറസ്റ്റിലായതിനെ തുടർന്ന് അതുപോലൊരു വിമർശനം ഇവർ നേരിട്ടിരുന്നു. എന്നാൽ ഞങ്ങൾ അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ജാമ്യമെടുത്തതിനു ശേഷം ചിത്രങ്ങൾ പങ്കുവച്ച് സൗഭാഗ്യ എത്തിയതിനും കടുത്ത വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നുവെന്നും കാരണം എന്ത് ചെയ്താലും പരാജയമാകുമെന്നും എന്ത് ചെയ്താലും നമുക്ക് തടസ്സമാണ്, അങ്ങനെ ആരായാലും മനസ്സ് മുരടിക്കുമെന്നും അദ്ദേഹത്തിന് കുട്ടികളും ഭാര്യയുമെന്ന യാതൊരു ചിന്തയും ഇല്ലാതായിപ്പോയെന്നും ജീവിക്കണമെന്നോ ആഹാരം കഴിക്കണമെന്നോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പോലും ഇല്ലാതായി എന്നും ഒരിക്കൽ സുബ്ബലക്ഷ്മി അമ്മ പറഞ്ഞിരുന്നു. സംഗീതജ്ഞയായി സുബ്ബലക്ഷ്മി അമ്മയുടെ കരിയർ തുടങ്ങിയതിനെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. പിന്നീട് ജവഹർ ബാലഭവനിലെ ഡാൻസ് അധ്യാപികയായിരുന്നു. അതിനുശേഷം അത് താരാ കല്യാൺ ഏറ്റെടുത്തു. അതിനുശേഷം ഇപ്പോൾ അത് സൗഭാഗ്യ കൂടി ഏറ്റെടുക്കുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.